ഒരു സംശയമില്ല. പിന്നെ ഏത് ഗവൺമെന്റ് വരുന്ന സുധാകരൻ പറഞ്ഞല്ലോ, ഇവരെല്ലാം മുഖ്യമന്ത്രിയാവാൻ നടക്കാണ്, ഒന്നും ആവാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലേ പ്രശ്നമുള്ളൂ. സുധാകരൻ തന്നെ പറഞ്ഞു, KPCC പ്രസിഡന്റായിട്ട് മാറി 4 ദിവസമാണ് പറഞ്ഞത്. ഇവർ പറയുന്ന പോലെ ഒരു മുഖ്യമന്ത്രിയും വരാൻ പോകുന്നില്ല, കുറെ ആൾ നടക്കേണ്ടത് എല്ലാവർക്കും അറിയാം. സുധാകരൻ മുതലാണ് തുടങ്ങിയത്. മുഖ്യമന്ത്രിയാവും, എന്താ സംശയം? കേരളത്തിലെ ഇടതുപാട് ജനാധിപത്യം മുന്നണി വീണ്ടും അധികാരത്തിൽ വരും. കള്ളപ്രചരണം ഉണ്ടാവും. ഇപ്പോഴേ ആശങ്കയൊന്നുമില്ല. അതല്ലേ ഇപ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് ആശങ്കയുണ്ടെങ്കിൽ പറയണോ? ആശങ്കയുണ്ടെങ്കിൽ ആരെങ്കിലും പറയോ? നിങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ടല്ലാതെ ആശയതലത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾക്കറിയാലോ. ഞങ്ങളുടെ കയ്യിലുള്ളത് വളരെ ചെറുതല്ലേ. നിങ്ങളുടെ കയ്യിൽ മുതലാളിമാരുടെ കയ്യിലല്ലേ എല്ലാ ശൃംഖലയും ഉള്ളത്. ഇന്ത്യയിലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു കോർപ്പറേറ്റ് മുതലാളി ഒരു പാർട്ടിയുടെ പ്രസിഡന്റായിട്ടില്ല. അതും കൂടി കഴിഞ്ഞതായി ഇപ്രാവശ്യം. നിങ്ങളെല്ലാം കയ്യിലുള്ള ഈ സാധനം ഉണ്ടല്ലോ, അതെല്ലാം അവരത് ഉൾപ്പെടെയാ. കോർപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ കൂടിയാണ് നിങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാധനമെല്ലാം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയുള്ള കടന്നാക്രമണത്തെപ്പറ്റി ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. ആ ധാരണയാണ് ഞാൻ പരസ്യം പറഞ്ഞത്. അവരിനിയും കുറെ ദിവസം ഇങ്ങനെ ആചരിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അവർ കരുതിനോ അല്ല വെള്ളത്തിനോ എന്തെങ്കിലും ആചരിച്ചോട്ടെ. പക്ഷേ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. നിങ്ങളുണ്ടായിരുന്നുവെങ്കിൽ 66 നാഷണൽ ഹൈവേ ഉണ്ടാവും. പറ, എന്നാ അതിന് മറുപടി പറ. UDF ആണെങ്കിൽ ഈ 66 നാഷണൽ ഹൈവേ ഉണ്ടോ? ഇല്ലല്ലോ. കേരള പദ്ധതി ഉണ്ടോ? ഇല്ലല്ലോ. വിഴിഞ്ഞം പദ്ധതി ഉണ്ടോ? ഇല്ലല്ലോ. എല്ലാം നിങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി സമരം നടത്തിയവരല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് വികസനം അറിയാൻ? വികസന വിരുദ്ധ സമരമല്ലാതെ എന്തെങ്കിലും ഒരു സമരം നിങ്ങൾ നടത്തിയിട്ടുണ്ടോ കേരളത്തിൽ ഈ 9 കൊല്ലം കൊണ്ട്? വികസനത്തിനെതിരായ സമരം, പിടിച്ചുപിടിച്ച സമരമുണ്ട്, സിൽവർ സമരം. അപ്പൊ അതിൽ സമരമല്ലാതെ വേറെ എന്തെങ്കിലും സമരങ്ങൾ നടത്തിയിട്ടുണ്ടോ?